ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ തങ്ങളുടേതായ സ്ഥാനം നേടിയ താരങ്ങളാണ് നാസലിനും മാത്യു തോമസും, മമിത ബൈജു, സന്ദീപ് പ്രദീപ്, സംഗീത് പ്രതാപ് തുടങ്ങിയവർ. കേരളത്തിന് പുറത്തും ഈ താരങ്ങൾ തങ്ങളുടെ പ്രകടനം കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. മലയാളത്തിലെ പല ഹിറ്റ് സിനിമകളുടെ പോസ്റ്ററുകളും ഇവരുടെ മുഖം ഫേസ് ആപ്പ് ചെയ്തുകൊണ്ടുള്ള നിരവധി പോസ്റ്ററുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ചക്രം, ആനച്ചന്തം, മൈ ഡിയർ കുട്ടിച്ചാത്തൻ തുടങ്ങി ഈ പല സിനിമകളുടെയും ജെൻസി താരങ്ങളെ കാസ്റ്റ് ചെയ്തുള്ള പോസ്റ്ററുകൾ വൈറലായി. ആദ്യമെല്ലാം പലതും ചിരി ഉണർത്തിയെങ്കിലും ഇപ്പോൾ അത്തരം പോസ്റ്ററുകൾ ആവർത്തന വിരസത ഉണ്ടാക്കുന്നു എന്നതാണ് എല്ലാവരുടെയും അഭിപ്രായം. അമ്മാവൻ ഒപ്പീനിയൻസ് മലയാളം എന്ന ഗ്രൂപ്പിലാണ് ഇത്തരം പോസ്റ്റുകൾ ധാരാളമായി പങ്കുവയ്ക്കപ്പെടുന്നത്. ആദ്യമെല്ലാം പ്രോത്സാഹനം ലഭിച്ചിരുന്നതിനാൽ ഇപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളിൽ ഫേസ് ആപ്പ് സ്ഥിരം ഏർപ്പാടാക്കിയിരിക്കുകയാണ്. ഇതിനിടെ സിനിമാ പാരഡോസ് എന്ന ഗ്രൂപ്പിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ശ്രദ്ധ നേടിയ ജൻസി താരങ്ങൾക്കെതിരെ നെഗറ്റീവ് ക്യാമ്പയിൻ പോലുള്ള ഇത്തരം ഫേസ് ആപ്പ് പോസ്റ്ററുകൾ കാണുമ്പോൾ തോന്നുന്നതെന്ന് പോസ്റ്റിൽ പറയുന്നു. പുതിയ പിള്ളേരുടെ സിനിമകൾക്ക് കേരളത്തിൽ പുറത്ത് റീച്ച് ലഭിക്കുന്നതിൽ ചില സോഷ്യൽ മീഡിയ പൂജ്യങ്ങൾക്ക് അസ്ഥിരത തോന്നുന്നതിനാണ് ഇത്തരം പരിപാടിയെന്ന് പോസ്റ്റിൽ പറയുന്നു. ക്ലാസിക് സിനിമകളിൽ ഇത്തരം ഫേസ് ആപ്പ് കൊണ്ടുവന്ന് ആ പോസ്റ്ററുകൾ പങ്കുവെക്കുന്നതോടെ പുതിയ താരങ്ങളോട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഇതിന് പിന്നാലെ അമ്മാവൻ ഒപ്പീനിയൻസ് ഗ്രൂപ്പിനെതിരെ പലരും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത്തരം പോസ്റ്റുകൾ ഫൺ എന്ന രീതിയിൽ എടുക്കണമെന്ന് അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തിരയുന്നതെന്നും അഭിപ്രായമുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലെ തങ്ങളെ അടയാളപ്പെടുത്തിയ താരങ്ങളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുകയാണെന്ന് മറ്റ് ചിലരും അഭിപ്രായപ്പെടുന്നു.